ഹായ് ഓൾ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നത്. ഇത് കായൽവ ഇന്നുണ്ടാക്കിയതാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. തമ്പനയിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. പെട്ടെന്ന് വിളിക്കുന്ന ആൾക്ക് മാത്രമേ കിട്ടും. കുറച്ചേ ആക്കിയിട്ടുള്ളൂ. ഒന്ന് ആക്കിയപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ കായൽവൻ്റെ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇതന്നെ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഓള് പണി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ ഇതിൻ്റെയൊക്കെ രൂപം കോലം ഒക്കെ മാറ്റി റെഡിയാക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ട് എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ ചിക്കൻ റോളിനുള്ള ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കുകയെന്ന്. അപ്പോൾ ഇതാ ഓള് ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിനി ഉള്ളി അരിയുന്ന മിക്സി വാങ്ങിക്കൂടെയെന്ന്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവോ എന്നറിയില്ല. നിങ്ങൾ 2-3 ഉള്ളിക്കൊക്കെ ഇതിൻ്റെ മസാല ഉണ്ടാക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഞങ്ങൾ ഒരുപാട് 3 കിലോ 4 കിലോ ഉള്ളിക്കൊക്കെ മസാല റെഡിയാക്കുന്നത് കൊണ്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്താൽ തന്നെ ഒരുപാട് ഇതിൽ നിന്ന് വെള്ളം ഊറിയിട്ട് മസാല നല്ലോണം വെള്ളമാകും. പിന്നെ ആ മിക്സിയിലിട്ട് നമ്മൾ ഉള്ളി കട്ട് ചെയ്തതിൽ ഒരുപാട് വെള്ളം കയറിയിട്ട് മസാല ശരിയാകില്ല. നമ്മളിപ്പോൾ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകും നല്ലോണം. അതിൻ്റെ ഫില്ലിങ്സൊക്കെ പുറത്തേക്ക് വരും. അതുകൊണ്ട് നമുക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആകില്ല. അതുകൊണ്ടാണ് അത് വാങ്ങാൻ മെനക്കിടാത്തത്. പിന്നെ ഇതാ ഞാൻ എൻ്റെ ദോശയൊക്കെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചിക്കനൊക്കെ അവിടെ പെരക്കി വെച്ചിട്ട് മസാല റെഡിയാക്കാൻ തുടങ്ങുന്ന അത്ര കേട്ടോ. ഞാൻ ചിക്കൻ റോളിനുള്ള ദോശ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ സമൂസക്കുള്ള മാവ് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അതിൽ മുട്ടയൊക്കെ കൂട്ടൂലേ, മുട്ട കൂട്ടിയിട്ടെങ്കിൽ അത് പൊട്ടിപ്പോകൂലേ എന്നൊക്കെ. പിന്നെ അതിൽ മുട്ട കൂട്ടിയിട്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇതാ ഞാൻ സമൂസക്കുള്ള മാവൊക്കെ കുഴച്ചെടുത്തിട്ട് അതൊക്കെ ഒന്ന് ബോൾസാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് ചപ്പാത്തി പോലെ പരുത്തിയിട്ട് റെഡിയാക്കി എടുക്കണം. അതും ചില ആൾക്കാർ പറയുന്നുണ്ട് ഇതൊക്കെ ഒരുപോലെ അട്ടിക്ക് വെച്ചിട്ട് പരത്തിക്കൂടെ, അതല്ലേ എളുപ്പമെന്ന്. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇതാണ് എളുപ്പം. മറ്റേ രീതിയിൽ അറിയാത്തത് കൊണ്ടായിരിക്കും. ചെയ്ത് നോക്കിയാൽ എളുപ്പമാകുമെന്ന് അറിയില്ല. പക്ഷേങ്കിൽ ഇതുപോലെ ചെയ്ത് ശീലമായതുകൊണ്ട് ഇതാണ് ഞങ്ങൾക്ക് എളുപ്പം. വേഗം ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ഒരു കമൻ്റ് ഉണ്ടായിന് കഴിഞ്ഞ വീഡിയോയിൽ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ ഇങ്ങനെ സ്പീഡിൽ ചെയ്തിട്ട് വേഗം പണി തീരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു ടിപ്സും ഇല്ല. പണികൾ വേഗം വൈക്കും വയ്യായിട്ട് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഞങ്ങൾക്കൊരു ടിപ്സ് ഇങ്ങനെ വേഗം ചെയ്ത് തീർക്കാൻ ഒരു എളുപ്പ വഴിയുമില്ല. എല്ലാം ഒരു പണി എടുക്കുമ്പോൾ അടുത്ത പണി ഏതാണെന്ന് വേഗം ഇങ്ങനെ ആലോചിച്ച് നിൽക്കാണ്ട് വയ്ക്കും വയ്യായിട്ട് ചെയ്താൽ എല്ലാ പണിയും എളുപ്പത്തിൽ തീർക്കാൻ വേണ്ടി പറ്റും. ഞാൻ സമയം പറയുന്നത് കൊണ്ടായിരിക്കാം അവർ അങ്ങനെ ചോദിച്ചത്. ഞാൻ ഇത്ര സമയത്ത് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ടൈമും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പണികൾ വേഗം എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ. അങ്ങനെ സമൂസൻ്റെതും ഷീറ്റൊക്കെ റെഡിയാക്കിയിട്ട് അതും അവിടെ പൊത്തി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ തുറന്ന് വെച്ചാൽ ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനതിൽ അവിടെ മൂടി വെച്ചത്. പിന്നെ ഇതാ ബ്രെഡ് സമൂസക്കുള്ള ബ്രെഡും ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കരിയപ്പത്തിനുള്ള ദോശ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ടാമത് സമൂസക്കുള്ള ഷീറ്റ് അവിടെ റെഡിയാക്കി അതും വെച്ചിട്ടുണ്ട്. മൂന്നാമത് ഞാനിതാ ബ്രെഡിൻ്റെ സമൂസയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബ്രെഡും കൂടി ഞാൻ ആവിക്ക് വെച്ച് ചൂടാക്കിയിട്ട് അതൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഇതും ചൂടോടെ തന്നെ ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ കുറേ ടൈം വെച്ചാൽ അത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യൂലേ, കോട്ടിയെടുക്കൂലേ സമൂസൻ്റെ ഷേപ്പിൽ. അപ്പോൾ അത് പൊട്ടിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഇത് ആക്കിയ പാടും തന്നെ അതിലേക്ക് കോട്ടിയിട്ട് അതിൻ്റെ ഫില്ലിങ്സ് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ബ്രെഡ് സമൂസക്കുള്ളതും ഞാൻ റെഡിയാക്കിയിട്ട് അവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി കായെടുക്കുള്ള പഴം വാങ്ങാൻ വേണ്ടി പോകണം. അങ്ങനെ 10:30 മണിക്കാണ് ഞാൻ പഴം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നത്. ഞാൻ ഒറ്റയ്ക്കേ വന്നിട്ടുള്ളൂ. പിന്നെ അനിയത്തി മസാലയൊക്കെ റെഡിയാക്കുന്നതുകൊണ്ട് പിന്നെ ഓളൊന്നും കൂട്ടാൻ നിന്നിട്ടില്ല. ഞാൻ തനിച്ച് തന്നെ വന്നതാണ്. അപ്പോൾ രാവിലെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിനി വിളിച്ചാൽ പോരായിരുന്നോ, ഞാൻ അവിടെ കൊണ്ടുതരൂലെന്നൊക്കെയാണ് അയാൾ പറയുന്നുണ്ടായത്. പിന്നെ ഇതാ ഞാൻ വന്നിട്ട് നോക്കുമ്പോൾക്ക് കറണ്ടില്ല. വീട്ടിലെത്തുമ്പോൾക്ക് അങ്ങനെ കറണ്ട് ഇല്ലാണ്ട് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവളെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. സമൂസൻ്റെ മസാലയും പിന്നെ റോളിൻ്റെ മസാലയൊക്കെ. അങ്ങനെ ഞാൻ വേഗം റോളൊക്കെ അവിടെ റെഡിയാക്കി. പിന്നെ പുറത്ത് അവൾ മസാലയാക്കിയതിന് ശേഷം ചോറിന് വെച്ചിട്ടുണ്ട് അതിന് വെള്ളം. അങ്ങനെ ചോറും വെന്തിട്ടുണ്ട്. അത് ഞാൻ വേഗം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ കാണിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ
സെയിൽ ചെയ്യുന്ന സംഭവം ഉണ്ടാക്കുന്നില്ലേ അപ്പങ്ങളൊക്കെ, അതിൻ്റെ ഇടയിൽ ഞങ്ങളെ വീട്ടിലെ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ കാണിച്ചു തരുന്നത്. അങ്ങനെ ചോറ് വാർത്ത അടുപ്പിൽ തന്നെ ഞാൻ വീണ്ടും തീയൊക്കെ കത്തിച്ചിട്ട് ഇതാ പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതാ ബ്രെഡ് സമൂസ അവൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി സാദാ സമൂസയും കൂടി റെഡിയാക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റണം, ഫ്രീസറിൽ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ കരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പപ്പായ പുറത്തുനിന്ന് പറിച്ചിട്ടുണ്ട്. എന്നിട്ടിതാ വറവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ കോവയ്ക്കയും പിന്നെ ക്യാരറ്റും കൂടിയിട്ട് അതും കൂടി വറവാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ മുറ്റത്ത് പിടിച്ച കോവക്ക തന്നെയാണ്, 3-4 ഉണ്ടായിനി. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു ക്യാരറ്റും കൂടി ഇട്ടിട്ട് കുറച്ചും കൂടി ഒന്ന് ബർക്കത്താക്കി. പിന്നെ വറവൊന്നും വല്ലാണ്ട് ആരും അങ്ങനെ കൂട്ടിയൊന്നും ചെയ്യില്ല, കുട്ടികളൊന്നും കൂട്ടൂല, നമ്മൾ വലിയ ആൾ കൂട്ടിയെങ്കിലായി. അങ്ങനെ അത് വറവുണ്ടാക്കി കഴിയുമ്പോൾ തന്നെ നമ്മുടെ പഴം റെഡിയാക്കി വന്നിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി അവിടെ വെക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറും. അല്ലെങ്കിൽ തന്നെ ഇപ്പം ചൂടായതുകൊണ്ട് പഴത്തിനൊക്കെ ഒരു കളറൊക്കെ വല്ലാണ്ടായിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഊറ്റി വരുമ്പോൾ നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ കോവയ്ക്കും പിന്നെ ക്യാരറ്റും മിക്സ് ആയിട്ടുള്ള വറവ് അവിടെ റെഡിയായി. പിന്നെ ഞാനിതാ പപ്പായ വറവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും നേർങ്ങനെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. പപ്പായ വറവ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷേ നമ്മളെ മുറ്റത്ത് സംഭവം ഉണ്ടും താനും ആരും പറിക്കോ വറുക്കോ ഒന്നും ചെയ്യൂല. എപ്പോഴും എനിക്ക് ഒരു പൂതി വരണം, അപ്പോഴേ ഇതൊക്കെ വറുത്ത് ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ ഇതൊക്കെ ലുഹർ ബാങ്ക് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ പണിയൊക്കെ നടക്കുന്നത്. ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് കറിയും വറവും ഒക്കെ ഉണ്ടാക്കലിന്ന്. പിന്നെ കറി രാവിലെ തന്നെ ഉണ്ടാക്കിയതുണ്ട് ബാലൻസ്, അതുകൊണ്ട് അത് കറി ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഞാനിതാ എല്ലാം ഒന്ന് ഫ്രീസറിൽ കയറ്റി വെച്ചിട്ടുണ്ട്, അത് കുക്കറിൽ വെച്ചിട്ട്. അങ്ങനെ എല്ലാം ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഇതാ നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്. കുക്കറിലിട്ടുകൊണ്ട് വേഗം റെഡിയായി. പിന്നെ അതിൽ തേങ്ങയും കൂടെ ചിരവിയിട്ടിട്ട് അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ഉണക്ക ചെമ്മീനില്ലേ അത് കഴുകി നല്ല പോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് പാത്രത്തിലിട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അതിലേക്കൊരു നട്ടിമുളകും കൂടി ഇട്ടിട്ടുണ്ട്. നട്ടിമുളകായതുകൊണ്ട് പിന്നെ നല്ല എരിവ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഒന്നേ ഇട്ടിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ഇതാ തേങ്ങയും പച്ചമാങ്ങയും കാന്താരി മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നല്ല പോലെ ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ ചമ്മന്തിയും വറവും പിന്നെ ഇപ്പോൾ മാങ്ങക്കാലല്ലേ, മാങ്ങക്കാലം മാങ്ങയില്ലാണ്ടെന്ത് കഞ്ഞി കുടിക്കലല്ലേ. അപ്പോൾ ഞാനിതാ മാങ്ങയും പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം റെഡി ആയിട്ട് ടേബിളിൽ കൊണ്ടുവച്ച് ഇനി വേണ്ടവർക്ക് ഫുഡ് കഴിക്കുക. അങ്ങനെ അതൊക്കെ റെഡിയാക്കി അവിടെ വെച്ചതിന് ശേഷം പഴമൊക്കെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഗ്രൈൻഡറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അവിടെ നിന്ന് അരയട്ടെ. പിന്നെ ബാക്കി പണിയുണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് ടൈം ആയിട്ടുണ്ട്, 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ അരച്ച് സെറ്റാക്കി എടുത്തതിന് ശേഷം ഞാനിതാ അതിൻ്റെ പണ്ടർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചോറ് വേവിച്ചിട്ടൊക്കെയാണ് പണ്ടർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്. പഴം അവിടെ അരച്ച് വെച്ചിട്ടുണ്ടായിന്. പിന്നെ 2:30 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മുട്ടൻ്റെ പണ്ടൊക്കെ റെഡിയാക്കുന്നത് ഈ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് റെഡിയാക്കിയതിന് ശേഷം അവിടെ പാത്രം വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഹാഫ് മൂൺ ഉണ്ടാക്കേണ്ട മസാലയും അതിൻ്റെ മൈദമാവൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അത് അവൾ റെഡിയാക്കിക്കോളും. പിന്നെ ഇതാ നമുക്ക് പിന്നെ പോക്കറ്റ് ഷവർമ ഒരു 30 പോക്കറ്റ് ഷവർമയും 30 ചായയും വൈകുന്നേരം 4:30 മണി നമുക്ക് റെഡിയാക്കാനുണ്ട്. അങ്ങനെ ഞാനിതാ 2:45 ഇപ്പം സമയമായിട്ടുണ്ട്. അപ്പോഴാണ് ഞാനിത് മാവ് കുഴച്ച് വെക്കുന്നത് പിന്നെ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ. അങ്ങനെ അതവിടെ വെച്ചതിന് ശേഷം ഞാൻ കായയുടെ ഉണ്ടാക്കാൻ തുടങ്ങി. അവളിതാ ഹാഫ് മൂണും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ കായയുടെ കുറച്ച് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാനിത് പാക്കറ്റ് ചെയ്ത് ഫ്രീസറിൽ കയറ്റാൻ വേണ്ടിയിട്ട് അത് അവിടെ എല്ലാം പാക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിനി പിന്നെ എല്ലാത്തിൻ്റെ റെസിപ്പി വീഡിയോസ് ഇട്ടൂടെ, എന്നാലും മറ്റുള്ളവർക്ക് ഉപകാരമാവൂലേ, പിന്നെ എല്ലാവർക്കും ചെയ്യാനും അങ്ങനെ സെയിൽ ചെയ്യാനൊക്കെ പറ്റൂലേന്ന്. ഈ ഞാൻ സെയിൽ ചെയ്യുന്ന സാധനത്തിൻ്റെ ഏകദേശ സാധനത്തിൻ്റെ ഒക്കെ ഞാൻ റെസിപ്പി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അവർ കാണായിട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതാ ഞാൻ അതൊക്കെ പാക്കിംഗ് ആക്കി ഫ്രീസറിൽ വെച്ചതിന് ശേഷം വേഗം പിന്നെ നമ്മുടെ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കേണ്ട ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റും ക്യാബേജൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം 4:30 മണിക്കാണ് ഇത് കൊടുക്കേണ്ടത്. ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇതാ വേഗം സ്പീഡിൽ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ പോക്കറ്റ് ഷവർമൻ്റെ റെസിപ്പി ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് വീഡിയോ ആയിട്ട്. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഓരോന്നിൻ്റെയും ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഒരുപാട് പേര്
ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ വേഗം ഞാൻ ഓരോ പണിയും ചെയ്ത് തീർക്കുകയെന്ന്. വൈകുന്നേരം ആകുമ്പോൾ ഇതുപോലെ തന്നെയാണ് ഏകദേശം ഇവിടുത്തെ അവസ്ഥ. നമ്മുടെ മാവൊക്കെ കണ്ടോ പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ ആയിട്ടുണ്ടല്ലോ. 2:45 ഇത് കുഴച്ച് വെച്ചതാണ്. 4 മണി 4:15 ഇത് എടുക്കുന്നത്. അപ്പോൾ ഇതാ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കിയിട്ടില്ല, സ്പീഡിൽ അതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയെടുത്തിട്ട് ഇതാ അതിൻ്റെ ഫില്ലിങ്സൊക്കെ അതിൽ റെഡിയാക്കി വെക്കുന്നുണ്ട്. വേഗം ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ഇതുപോലത്തെ വീഡിയോസ് ആണെന്ന് മനസ്സിലാക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ റെസിപ്പീസ് വീഡിയോസ് ഇട്ടാൽ അതിന് ലൈക്കും ഇല്ല, കമൻറ്റും ഇല്ല, വ്യൂസും ഇല്ല, എല്ലാം കുറവാണ്. അപ്പോൾ ഇതുപോലെ കാണാനാന്ന് തോന്നും എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ഞാൻ ഉണ്ടാക്കുന്ന ഐറ്റംസിൻ്റെ ഒക്കെ കാണിച്ചു തരുന്നത്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടങ്ങൾ. ഇതെങ്കിലും നിങ്ങൾ കണ്ട് ആസ്വദിക്കട്ടെ എന്ന് വിചാരിച്ചു. കമൻറ്റിൽ തന്നെയും ഒരുപാട് പേര് പറയുന്നുണ്ട് ഇതുപോലെ ഉണ്ടാക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്, കാണാൻ അടിപൊളിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഓരോ സ്ഥലത്ത് പോയി ഏത് നാട്ടിൽ പോയാലും ഇപ്പോൾ ചോദിക്കുകയും പറയും അറിയും ഒക്കെ ചെയ്യുമ്പം ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും അറിയുന്നുണ്ട്, അറിയപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമുണ്ട്. ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുന്നത് കൊണ്ട് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഒരുപാട് പേർക്ക് ആരും സഹായിക്കാനും എന്ത് ചെയ്യണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും അറിയാത്ത, എനിക്കൊന്നും ഇപ്പം പ്രശ്നമൊന്നുമില്ല എങ്കിലും ഒരുപാട് പേർക്ക് ജീവിക്കാൻ എങ്ങനെയെന്ന് ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടാവും. അവർക്ക് എൻ്റെ വീഡിയോ കാണുമ്പം ഒരു പ്രചോദനമായെങ്കിൽ, അവർക്ക് ജീവിക്കാനുള്ള ഒരു വക കിട്ടിയെങ്കിൽ അത്രക്ക് നല്ലതല്ലേ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നതും പിന്നെ അതിൻ്റെ റെസിപ്പീസൊക്കെ പറഞ്ഞു തരുന്നതും അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കണമെന്നും ഒക്കെ പറഞ്ഞു തരുന്നതും ഒക്കെ അതുകൊണ്ടാണ്. എങ്ങനെയാലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. പിന്നെ ഇതാ നമ്മുടെ ചായ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല ഏലക്കായൊക്കെ ഇട്ട ഇറാനി ചായ, അടിപൊളി ചായയും പോക്കറ്റ് ഷവർമയും അങ്ങനെ അത് റെഡിയാക്കി കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് രാവിലെയാണ് കേട്ടോ ഇന്നലെ ഉണ്ടാക്കിയ സ്നാക്സൊക്കെ കൊണ്ടു കൊടുത്തത്. അത് പടനയിൽ കൊണ്ടു കൊടുക്കേണ്ടതാണ്. ഇന്നലെ വൈകുന്നേരം അല്ലെങ്കിൽ ഇന്ന് രാവിലെ 10 മണിയാകുമ്പോഴേക്ക് കൊണ്ടു തന്നേ പറഞ്ഞു. അങ്ങനെ രാവിലെ തന്നെ അതും കൊണ്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട് 100 പേര് കാണും. പക്ഷേ അതിൽ ഒരാളെങ്കിലും നമ്മളെ കൈ പിടിച്ചുയർത്താനുണ്ടെങ്കിൽ നമുക്ക് ആ കൈ പിടിച്ചങ്ങ് നേലിൽ കയറണം. നമ്മുടെ വിജയം കണ്ടെത്തുന്നത് വരെ ഒരാൾ തളർത്തിയാലും ഞങ്ങൾ തളരാൻ പാടില്ല. കാരണം ജീവിക്കേണ്ടത് ഞങ്ങളാണ്. പിന്നെ പറയുന്നവർ 100 പേരുണ്ടാവും. പക്ഷേങ്കിൽ ഞങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കേണ്ടത്. സെൽഫിഷ് ലവായിട്ട് ഞങ്ങൾ ജീവിക്കുക. ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒരാൾക്ക് വേണ്ടിയിട്ടും ഞങ്ങൾ ജീവിതം മാറ്റിമറിക്കാൻ പാടില്ല. ഞങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് ആ ശരിയിലേക്ക് കൂടിയിട്ട് ഞങ്ങൾ പോവുക. പിന്നെ ഇതാ ഞങ്ങൾ പെട്രോൾ പമ്പിൽ കയറിയിട്ടുണ്ട് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും കൂടി അടിച്ചിട്ട് ഞങ്ങൾ വേഗം ആ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ അപ്പങ്ങളൊക്കെ കൊടുത്ത് ക്യാഷും വാങ്ങി നല്ല റാഹത്തിൽ ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നലത്തെ വിശേഷങ്ങൾ, ഇന്നലത്തെയും ഇന്നത്തെ ആയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ പുതിയ റെസിപ്പികളും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.